എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, പോയി ചെയ്തിട്ടിനി അത് നമ്മളെ ഇൻലെറ്റും ഔട്ട്ലെറ്റും എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. ഫുഡ് റെഡിയാക്കി കേട്ടോ. ഈ മൂവ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ, സൈഡ് വൈസാ. നേരെ ഇറങ്ങണം കേട്ടോ, വീഡിയോ നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ട് എന്തൊക്കെ അറിയാതായ എൻ്റെ ഒരു ഇത് മാറിയില്ല. ഇത് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇപ്പോൾ ചെടിയൊക്കെ നോക്കി എൻ്റെ പരിപാടി നോക്കട്ടെ. സൗണ്ട് ചില ചെറുതായിരിക്കും കേട്ടോ, പറ്റണില്ല. നാളെ മറ്റന്നാൾ റെഡിയാണെന്ന് തോന്നുന്നത്. തൊണ്ട മുറിഞ്ഞെന്ന് തോന്നുന്നു. എന്തോ വേദനിക്കുന്നു ചെറിയ. പോയി ചെടിയൊക്കെ നോക്കി ഇനി എൻ്റെ പരിപാടി നോക്കട്ടെ. ഇതൊന്നുമില്ല കേട്ടോ, നല്ല കളർഫുള്ളൊന്നും അല്ല ഇപ്പം. അതാണ് പിന്നെ അതൊന്നും എടുക്കുക. അല്ല സൺറൈസ് സൺസെറ്റ് പറഞ്ഞു എനിക്ക് തന്നെ മാറിയപ്പോൾ അത് തന്നെ തെറ്റായിട്ട് എനിക്ക് കളറൊന്നുമില്ല കാണാൻ. ഇത്ര നേരത്തെ വന്നിട്ടും അതിൻ്റെ കളറ് കിട്ടണല്ലേ. ഗോൾഡൻ ഷെയ്ഡാ, റെഡിഷാ, യെല്ലോ ഷൂരും രാവിലെ ഒന്നുമില്ലേ. അല്ലെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അടുത്ത് പോയി മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് പരിപാടി നോക്കട്ടെ. ഫുഡ് കഴിക്കണതും തുണി കഴുകണതും അങ്ങനത്തെ പരിപാടിയാണ്. കറി ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്ത് റൈസും വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ സെറ്റപ്പും വെച്ചിട്ടുണ്ട്. അയ്യോ എന്ത് പറയാനാ, അത് റെഡി ആവട്ടെ. റെഡിയാക്കണം കേട്ടോ, ഫുഡ് റെഡിയാക്കി കേട്ടോ. ഒന്ന് കടവരെ പോകണം. ഞാൻ വിചാരിച്ച് കടവരെ പോയിട്ടൊന്ന് ഒരു ചിക്കൻ വാങ്ങിച്ചിട്ട്, ചിക്കൻ ഫ്രൈ അതാണ്, അത് വാങ്ങിച്ചിട്ട് ഇങ്ങ് വരാമെന്ന് വിചാരിച്ച്. അതായത് വന്ന ഉടനെ ഡ്യൂട്ടി കയറാൻ കണക്കിന് യൂണിഫോം ഇട്ട് പോണു. മറ്റേ ഡ്യൂട്ടിയിൽ ആവായിരിക്കും ഞാൻ പറഞ്ഞ പോലെ. കഴിച്ചിട്ട് അങ്ങ് പോവാം, വേറെ പരിപാടി എന്തിരി. ഇപ്പോൾ പോകേണ്ട പ്ലാൻ ഇല്ലായിരുന്നു. അവൻ പറഞ്ഞു പോകണമെങ്കിൽ പോയി വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു, അല്ലെങ്കിൽ നാളെ പോകുമെന്ന് പറഞ്ഞു. പറഞ്ഞ സ്ഥിതിക്ക് പോകുമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. സൺസെറ്റ് കുഴപ്പമില്ല കേട്ടോ. നേരത്തെ ജസ്റ്റ് പാതി അടുപ്പിച്ചെത്തി കേട്ടോ. ഭയങ്കര ചൂടേ. നേരത്തെ ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഈ ചൂടത്ത് ആവിയായി പോയുള്ളൂ. അയ്യോ അതാണ് കാര്യം. ആ തൊണ്ടയുടെ അടപ്പ് മാറിയിട്ടില്ല കേട്ടോ. JCB ആയിട്ട് നിമത്തി. എപ്പോഴൊന്നും പിടിയില്ല. പെട്ടെന്ന് ചേഞ്ച്, സഡൻ ചേഞ്ച്. അയ്യോ ഇവിടെ അടുത്ത മഴയാകുമ്പം പിന്നെ എല്ലാം ഒരു വിലയിരിക്കും. പിന്നെ അതും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്ത് മെയിൻ്റെനൻസ് കിടക്കണം തോന്നാം കേട്ടോ. ഏകദേശം റോഡിൻ്റെ പാതി എത്താറേ. എത്തി കേട്ടാ. കണ്ണ് ഫുള്ളും ചോന്നു. വെള്ളത്തിൻ്റെ തോന്നുന്നു, ക്ലോറിന് വീണേന്ന് തോന്നുന്നു. കൂടുതലായിപ്പോയി കുളിച്ചത്. ഡ്യൂട്ടി കയറേണ്ട സമയമായി, 7 മണിയായി. പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കടയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഏകദേശം 7:15 7:20 അവിടെ എത്തുമെന്ന് തോന്നുന്നു. നോക്കാം. ഇനി ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ ഫോണിൻ്റെ ഫ്ലാഷും പിടിച്ച് അവിടെ ഇറങ്ങുമ്പം ഇത്തിരി നേരം എടുക്കും. മറ്റേ റോഡിൽ കൂടി പോയാൽ 7:30. പെട്ടെന്ന് പോട്ട് ഞാൻ ആയിരുന്നു കേട്ടോ. ഇനി ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവൻ നോക്കിയിട്ടൊന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അതനുസരിച്ച് പോയി ചെയ്യാം. അവൻ കുളിച്ച് നിന്നിട്ട് കഴിച്ചിട്ട് അങ്ങ് പോകും. ഞാൻ മൈക്ക് എടുത്തില്ല കേട്ടോ, മറന്നുപോയി. ഇവിടെ വന്ന് ടെക്കെന്ന് വന്നിരുന്നായിരുന്നു. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഇതിൻ്റെ ഫോട്ടോ കൂടെ എടുക്കാറുണ്ട്, ലൈറ്റിൻ്റെ ഫോട്ടോ കൂടെ. ഞാൻ അത് ചെയ്യട്ടില്ല. കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഓർഗനൈസേഷൻ്റെ ഇവിടെയും കുഴപ്പമില്ല കേട്ടോ, ഓക്കെയാണ് ഇവിടെ. ഇന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ല. ഡ്യൂട്ടി ഇപ്പോൾ കയറിയതേ ഉള്ളൂ. പിന്നെ ഫുഡ് വാങ്ങിക്കാൻ പോയി, ഉള്ളത് അത് തന്നെ, വേറെ ഒന്നുമില്ല. ട്രേഡിങ്ങും ഒന്നുമില്ലായിരുന്നു. ഇന്ന് ശനി എന്തോ ഇല്ലായിരുന്നു. ഇന്നലത്തെ നോക്കിയാൽ ഒന്നുമില്ല.
ഫോൺ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പോയി എല്ലാം മീറ്ററിൻ്റെ ഫോട്ടോ എടുത്ത് സെറ്റ് ആകട്ടെ. ഇൻലെറ്റും അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാം കൂടി മൈക്കിൻ്റെ അരിയിൽ നിന്ന് വിട്ടേക്ക്, പിന്നെ എടുക്കാം മൈക്ക്. മീറ്ററിൻ്റെ ഫോട്ടോ കൂടി എടുത്താൽ മതി കേട്ടോ. ഫുഡ് കഴിക്കാനുണ്ട്. വെഡിങ് എല്ലാവരും സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലെ പമ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാറുണ്ട്, അതും ചേഞ്ച് ചെയ്യാറുണ്ട്. പിന്നെ ലെവലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അത് തന്നെ ചെറിയ ചെറിയ പരിപാടികൾ ഇല്ലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതായത് വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ.